എന്നെ അത്ഭുതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇ ഡിയുടെ നടപടി. CBI സാധാരണ ചോദ്യം ചെയ്യും, നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻകം ടാക്സ് റെയ്ഡ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ എന്താണ് നടക്കുന്നത് നമുക്കറിയില്ല. ഇന്നലെ 9 മണിക്കൂറാണ് വീണ തൈക്കണ്ടിയെ വീണ വിജയൻ ചോദ്യം ചെയ്തു. ഇനിയും വിളിക്കുമെന്ന്. അപ്പോൾ ഒരു രേഖയുണ്ടെങ്കിൽ, ഒരു തെളിവുണ്ടെങ്കിൽ അത് കൃത്യമായി എടുത്ത് കിട്ടുന്നില്ലേ? 9 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് വീണ്ടും ഇന്നലെ 10:30 മണിക്ക് അവർ അവിടെ എത്തി. ഇ ഡിയുടെ കൊച്ചിയിലെ ഓഫീസിലെത്തി. നോട്ടീസ് കൊടുത്ത് വിളിച്ചതാണ്. 11 മണിയോടുകൂടി അവരെന്ത് ചെയ്തു? അവരെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. വൈകുന്നേരം വരെ 9 മണിക്കൂറാണ് അവരെ ചോദ്യം ചെയ്തത്. വീണ്ടും സമൻസ് അയക്കുമെന്നാണ് പറയുന്നത്. CMRL സേവനങ്ങൾ നൽകിയെന്ന് തെളിയിക്കുന്ന രേഖകൾ വീണയ്ക്ക് ഹാജരാക്കാനായില്ലെന്ന് ഇ ഡി പറയുന്നു. മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉള്ളതിനാലും വീണ്ടും ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ടെന്നാണ് ഇ ഡി വൃത്തങ്ങൾ പറയുന്നത്. IT സേവനങ്ങൾ സംബന്ധിച്ച് CMRL പ്രതിനിധികളുമായി നേരിട്ടായിരുന്നു ചർച്ചയെന്ന് വീണയുടെ മൊഴി. അതിനാൽ രേഖകൾ സൂക്ഷിച്ചിട്ടില്ലെന്നും ഇല്ല. വോക്കലായിട്ട് കൊടുക്കുന്ന അഡ്വൈസാണ്. നേരിട്ട് പോവുകയും ഫോണിൽ പോവുകയോ ഒക്കെ ചെയ്തിട്ടുള്ള അഡ്വൈസ് കൊടുക്കൽ മാത്രമേ ഉള്ളൂ എന്ന്. എക്സാലോജിക് നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ആ സ്ഥാപനം ഇപ്പോൾ ഇല്ല. സ്ഥാപനത്തിന് ഉപയോഗിച്ചിരുന്ന സിസ്റ്റത്തിലായിരുന്നു ചില വിശദാംശങ്ങളെന്നും വീണ ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. CMRL നിന്ന് ലഭിച്ച 2.78 കോടി രൂപയുടെ വിനിയോഗം സംബന്ധിച്ച മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും ഇ ഡി വൃത്തങ്ങൾ പറയുന്നു. SFIOയുടെ കുറ്റപത്രത്തിനുള്ള അനുബന്ധ രേഖകൾ ഇ ഡിക്ക് ലഭിച്ചിട്ടില്ല. രേഖകൾ കൂടി ലഭിച്ച ശേഷം മാത്രമേ വീണ്ടും സമൻസ് അയക്കുകയുള്ളൂ എന്നാണ്. കൊച്ചിയിൽ ഇ ഡി ഓഫീസിലാണ് ഇന്നലെ വീണയുടെ ഈ ചോദ്യം ചെയ്യൽ നടന്നത്. രാവിലെ 11 മണിയോടുകൂടി ആരംഭിച്ചത് 9 മണിക്കൂറോളം ചോദ്യം നീണ്ടുനിന്നു. ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നലെ ചോദ്യം നടന്നത്. വിശദമായ ചോദ്യാവലി തയ്യാറാക്കിയിട്ടായിരുന്നു വീണയെ ചോദ്യം ചെയ്തത്. CMRL നൽകിയ സേവനം, കൈപ്പറ്റിയ പണത്തിൻ്റെ വിനിയോഗം തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച വ്യക്തത വരുത്താനായിരുന്നു ഇ ഡിയുടെ ശ്രമം. CMRL MD ശരൺ എസ് കർത്തയെയും ജയ എസ് കർത്തയെയും ഷിബി എസ് കർത്തയെയും ഇ ഡി കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു. അപ്പോൾ വലിയൊരു കമ്പനിയാണ് കരിമണൽ ഖനനവുമായി ബന്ധപ്പെടുത്തിയിട്ട്. കർത്ത കമ്പനി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വലിയൊരു കോടിപതിയുടെ കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 2.78 കോടി രൂപയുടെ വിഷയത്തിലാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ. എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ജയ. എംപവർ വീണയ്ക്ക് 2 തവണയായി 50 ലക്ഷം രൂപ വായ്പ അനുവദിച്ചിരുന്നു. ആദ്യ തവണ തിരിച്ചടവ് മുടങ്ങിയിട്ടും വീണ്ടും വായ്പ അനുവദിച്ചുവെന്നാണ് കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തുന്നതിനായിരുന്നു ചോദ്യം ചെയ്യൽ. ശശിധരൻ കർത്തയുടെ മകൻ ഷിബി എസ് കർത്തയെ തിങ്കളാഴ്ച ഇ ഡി ചോദ്യം ചെയ്തിരുന്നു. CMRL ഡയറക്ടറായ ഷിബി CMRLലുമായി ബന്ധമുള്ള നിപുണ ഇൻ്റർനാഷണൽസിൻ്റെ പ്രധാന ചുമതല കൂടി വഹിക്കുന്നുണ്ട്. ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപ്പട്ടികയിലുള്ള സ്ഥാപനമാണ് നിപുണ ഇൻ്റർനാഷണൽ. അപ്പോൾ ചുരുക്കത്തിൽ വളരെ വലിയ ഒരു തർക്കമാണ് നടക്കുന്നത്. വലിയ ഒരു വിഷയമാണ് അത്. അതിൽ 9 മണിക്കൂർ ഇന്നലെ ചോദ്യം ചെയ്തിട്ടും രേഖകൾ സമ്പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇനിയും ഇ ഡി സമൻസ് അയച്ച് ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത്. എന്താണ് ഇത്രയും വലിയ ചോദ്യം ചെയ്യൽ? 2.78 കോടി രൂപയുടെ ഒരു ഇടപാട്, അതായത് വാങ്ങാത്ത സേവനത്തിന് കൊടുത്തുവെന്നോ അല്ലെങ്കിൽ കൊടുത്ത സേവനത്തിന് രേഖകളില്ലെന്നോ പറയുന്ന ഒരു ഇടപാടാണ്. അപ്പോൾ എന്തിനാണ് ഈ പൈസ? ഇൻകം ടാക്സ് കൊടുക്കേണ്ട ഒരു സ്ഥാപനം, പിന്നെ ഓഡിറ്റുള്ള ഒരു സ്ഥാപനം എന്തിനാണ് 2.78 കോടി രൂപ ഒരു വ്യക്തിക്ക് കൊടുത്തു എന്നുള്ളതാണ് കേസ്. അങ്ങനെ കൊടുത്തെങ്കിൽ എന്താണ് അത് സംഭാവനയായിട്ട് കൊടുത്തതാണ്. സംഭാവനയെന്ന് എഴുതിയിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ സംഭാവന എന്നുള്ള റെസിപ്റ്റുമല്ല, സർവീസിനുള്ള റെസിപ്റ്റാണ് പോയിരിക്കുന്നത്. അപ്പോൾ എന്ത് സർവീസ്? ഇവിടെയാണ് ചോദ്യം. ഇവിടെയാണ് മാത്യു കുഴൽനാടനൊക്കെ പറയുന്നതിൽ ഒരു സത്യസന്ധതയും ഒരു ക്ലാരിറ്റിയൊക്കെ വരുന്നത്. എന്തായാലും വളരെ വിശദമായിട്ടുള്ള ഒരു തെളിവെടുപ്പാണ് നടക്കുന്നത്. ഈ തെളിവെടുപ്പിൽ CMRL നിന്നുള്ള ഈ തെളിവെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കൃത്യമായി വീണ തൈക്കണ്ടിയിലിനെ വീണ വിജയനെയും വിളിച്ചു. പക്ഷേ അതിൽ വലിയ സന്നാഹമാണ് പോലീസിൻ്റെയും അതുപോലെ തന്നെ റാപ്പിഡ് ആക്ഷൻ ഗ്രൂപ്പിൻ്റെയൊക്കെ വലിയ സന്നാഹമാണ് ഇന്നലെ കൊച്ചി ഇ ഡി ഓഫീസിലുണ്ടായിരുന്നത്. ഒരു സംഘർഷം ഉണ്ടായില്ല. ആരും തർക്കിക്കാനൊന്നും പോയില്ല. അതേസമയം അത് ഈ പിണറായി വിജയനായിരുന്നെങ്കിൽ ഇന്നലെ കേരളം നല്ല രസകരമായിട്ട് തല്ലും തർക്കവും വഴക്കും കത്തിക്കലും ഒക്കെ നടക്കുമായിരുന്നു. പക്ഷേ അതെന്തായാലും വീണ വിജയൻ ആയതുകൊണ്ട് നേരത്തെ തിരുവനന്തപുരത്ത് വീണ വിജയൻ കൂടി താമസിക്കുന്ന പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ പോലീസ് ഇ ഡി വന്നപ്പോൾ വലിയ സംഘർഷമുണ്ടായി. അവരുടെ കാറൊക്കെ അടിച്ച് പൊളിച്ചു. അതിൻ്റെ വലിയ കേസ് കിടക്കുന്നു. 25ഓളം പേരാണ് അകത്ത് കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു തീരുമാനം ഇല്ല. എന്തായാലും വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. വീണയെ ചോദ്യം ചെയ്തോട്ടെ എന്നാണ് ഇവരുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ ബുദ്ധിമുട്ട് പറയുകയുള്ളൂ. വീണ വിജയനെ ചോദ്യം ചെയ്താൽ ഞങ്ങൾ ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല എന്നാണ് CPMൻ്റെ നിലപാടും. അത് വീണയെ ചോദ്യം ചെയ്തോട്ടെ എന്നുള്ളൊരു നിലപാടാണ് പിന്നെ
CPM എടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ED സമൻസ് കൊടുത്ത് വീണ വിജയനെ ചോദ്യം ചെയ്യും. അപ്പോൾ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. കാരണം അറസ്റ്റ് ചെയ്യാനുള്ള വിഷയങ്ങളൊന്നും അതിനകത്ത് കാണുന്നില്ല. കാരണം അവർ കക്കുകയോ മോഷ്ടിക്കുകയൊന്നും ചെയ്തില്ലല്ലോ. അതേസമയം കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല. ആകപ്പാടെ ഒരു സ്ഥാപനത്തിൽ നിന്ന് 2.78 കോടി രൂപ വാങ്ങി, പിന്നെ 50 ലക്ഷം രൂപ വായ്പ വാങ്ങി, ആ വായ്പ തിരിച്ചടയ്ക്കാതെ വീണ്ടും 50 ലക്ഷം രൂപ കൂടി വായ്പ കൊടുത്തു. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ മകളെന്നുള്ള സ്വാധീനത്താലും ഈ കരിമണൽ കർത്തക് എന്ന് പറയുന്ന നടത്തുന്ന കരിമണൽ കമ്പനിക്ക് കിട്ടേണ്ടുന്ന ചില പേപ്പറുകളോ സാങ്ഷനുകളോ കേട്ടൊക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു സ്വാധീന വിഷയമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ വളരെ തുച്ഛമായ 100 കോടി പോലും ഇല്ലാത്ത 2.78 കോടി രൂപയുടെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ് വളരെ തമാശ. പ്രതിമാസം 5 ലക്ഷം രൂപ നേരിട്ടും 3 ലക്ഷം രൂപ അല്ലാതെ 8 ലക്ഷം രൂപ വെച്ച് 2 വർഷമോ മറ്റോ കൊടുത്തു എന്നുള്ളതാണ് ഈ കേസ്. അപ്പോൾ എന്തായാലും അത് EDയുടെ ഒരു കേസ്. വീണ്ടും EDയെ ചോദ്യം ചെയ്യും എന്ന് തന്നെ, ED വീണ്ടും വീണ വിജയനെ ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. ഇന്നലെ കൃത്യമായ ചോദ്യം ചെയ്യൽ കൊച്ചിയിൽ 9 മണിക്കൂർ നടന്നു. പക്ഷേ ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് ഇത് വലിയൊരു അടി തന്നെയാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും കുടുംബമുണ്ട്, മക്കളുണ്ട്, പെൺമക്കളുണ്ട്, ആൺമക്കളുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ ഇതുപോലെ പ്രശ്നങ്ങൾ വരിക, അതിൻ്റെ പുറത്ത് ഒരച്ഛൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനും വലിയ ദുഃഖം ഇന്നലെ ഉണ്ടായിക്കാണും. കാര്യം സ്വന്തം മകളെയാണ് 9 മണിക്കൂർ തൻ്റെ പോലും അസാന്നിധ്യത്തിൽ ഒരു കുറ്റാന്വേഷണ വിഭാഗം, രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധനവിനിയോഗ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കുന്ന, ഫ്രോഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു ഏജൻസി ഇത്രയും ചോദ്യം ചെയ്തത് എന്നുള്ളത് വളരെ വേദന നൽകുന്ന കാര്യമാണ്. പക്ഷേ എന്തു ചെയ്യാം, നമ്മൾ ഭരണകൂടത്തിലിരിക്കുമ്പോൾ കൃത്യമായി ബന്ധുമിത്രാദികളും മറ്റുള്ളവരുമൊക്കെ ചെയ്തു കൂട്ടുന്ന പക്വതയില്ലാത്ത, പാകതയില്ലാത്ത, നിയമപരമല്ലാത്ത, നിയമവിധേയമല്ലാത്ത ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊരു വലിയ പാഠമാണ് കേരളത്തിന് നൽകുന്നത്. എന്തായാലും പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷത്താണ്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. വളരെ സീനിയറാണ്, രാഷ്ട്രീയത്തിൽ തന്നെ വളരെ സീനിയറാണ്. അതിനിടയിലാണ് കുടുംബത്തിൽ ഈ പ്രതിസന്ധി കൂടി വന്നിരിക്കുന്നത്. അതിൻ്റെ വീണ വിജയൻ്റെ 2ാം വിവാഹമാണ് മുഹമ്മദ് റിയാസുമായിട്ട്. അപ്പോൾ ആദ്യ വിവാഹത്തിൽ തന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു വനിത എന്നുള്ള നിലയിൽ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവർ അനുഭവിക്കുന്ന മാനസിക സംഘർഷത്തിനും വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് എന്ന് വെച്ച് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കേണ്ട എന്നല്ല, പക്ഷേ തെറ്റ് ചെയ്യാതിരിക്കാൻ ഇത്തരം ആളുകൾ ശ്രദ്ധിക്കണം. ഈ ഗവൺമെൻറ്റിലും മന്ത്രിമാരുണ്ട്, അവർക്ക് മക്കളുണ്ട്, MLA മാർക്കും MP മാർക്കും എല്ലാം മക്കളും കുടുംബവും ഒക്കെ ഉണ്ട്. വളരെ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളിൽ എന്നുള്ളതാണ് വീണ വിജയൻ്റെ പാഠം നമുക്ക് നൽകുന്നത്.